ഇതിപ്പോൾ നമ്മുടെ ശാസ്താനടയ്ക്ക് സമീപമാണ് ഇങ്ങനെ ഈ നിൽക്കുന്നത്. എക്സൈസ് സംഘം ഒരാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്ക് അയാൾ വീടിനകത്ത് കയറി കഥ കടച്ച് അതിനകത്ത് ഇരുന്നിട്ട് അവരെ ഇട്ട് കുഴപ്പിക്കുന്നൊരു സംഭവം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരിങ്ങനെ വീട് വളഞ്ഞ് എക്സൈസ് സംഘം നിൽക്കുകയാണ്. വീടിന് മുകളിലത്തെ നിലയിൽ അയാൾ കയറി കുറ്റിയിട്ടിരുന്നില്ലേ? മുകളിലത്തെ നിലയിൽ കയറി അയാൾ കുറ്റിയിട്ടിങ്ങനെ ഇരിക്കുകയാണിത്. ഒരു ശാസ്താനടയ്ക്ക് സമീപമാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. കണ്ട ഏണിയൊക്കെ എടുത്ത് വെച്ചിട്ട് അവർ മുകളിലേക്ക് കയറുകയാണ്. ഇയാളുടെ ഇപ്പോഴും ലിക്കർ പിടിച്ചിട്ടുണ്ട്. എന്ത് ലിക്കർ ഇപ്പം പിടിച്ച വണ്ടിയിലാണ്? ഇപ്പം ലിക്കർ പിടിച്ച ഇതിനകത്തോ? അപ്പോൾ ഈ വാഹനത്തിനകത്ത് അല്ലേ? ഇതിൽ നിന്ന് ഇപ്പോഴും ഒരു ലിക്കർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം ഒരു കേസിൽ പിടികൂടാനെത്തിയതാണ് പ്രതിയെ. ഇത് ശാസ്താനടയ്ക്ക് സമീപമാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. ഇപ്പോൾ എക്സൈസ് അധികൃതർ ഇപ്പോൾ ഇവിടെ പരക്കം പാഞ്ഞ് നടക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ വേണ്ട വീടിൻ്റെ ഭാഗത്തൊക്കെയാണ് 4 വശവും ഇങ്ങനെ നോക്കുകയാണ്. എക്സൈസ് അധികൃതർ അകത്തും പുറത്തുമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വിലങ്ങൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ വീട്ടിലാണ് ഇങ്ങനെ എക്സൈസ് അധികൃതർ വീട് വളഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ശാസ്താനടയ്ക്ക് സമീപമാണ് ഇത്തരത്തിൽ ഒരു സംഭവം നടന്നത്. ഇതിനകത്ത് കൂടുതൽ വിശദീകരിക്കാനും വാർത്തകൾ പറയാനും ഒന്നും തന്നെ ഇല്ല. ലൈവ് വിഷ്വലുകൾ നിങ്ങൾ കാണുക എന്നുള്ളത് മാത്രമാണ്. വേറൊന്നുമില്ല ഇതിനകത്ത്. പറഞ്ഞുകൊണ്ടേയിരിക്കാനുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. എടുത്തു. നാല് വശം അടച്ച്, അതായത് എല്ലാ വശവും അടച്ച് അതിനകത്ത് വീടിനകത്ത് കയറിയിരിക്കുകയാണ്. അയാളെ പിടികൂടാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അല്ല, അവനെ അറസ്റ്റ് ചെയ്യുന്നത് എന്താ? അവനെ കണ്ടപ്പോൾ നമ്മൾ പിക്ക് ചെയ്ത് അവൻ്റെ സാധനം ഉണ്ടായിരുന്നു, 5-6 സാധനം ഉണ്ടായിരുന്നു. അതുമായിട്ട് അവന് ഉള്ളോട്ട് കയറി. ആ കേസിൽ ജാമ്യം കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. അത് അങ്ങനെ ആ കേസിൽ അറസ്റ്റ് ചെയ്യും. ആ കേസിൽ അറസ്റ്റ് ചെയ്യും. ഇപ്പോൾ സംശയം തോന്നി പരിശോധിച്ച് സാധനം കണ്ടല്ലേ? അവൻ്റെ കൃഷ്ണകുമാർ. അപ്പോൾ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആളിനെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പോലീസ് പിടികൂടാനായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ വാഹനത്തിൽ നിന്നാണ് മദ്യം കണ്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എക്സൈസ് അധികൃതർ പിടികൂടാൻ ശ്രമിച്ചപ്പോഴാണ് മുകളിലത്തെ നിലയിൽ കയറി കഥകിന് കുത്തിയിട്ട് അതിനകത്തിരിക്കുകയാണ്. പോലീസിൽ അറിയിച്ചായിരുന്നോ? അപ്പം അതിന് ഇടയിലാണ് ഇയാൾ വീടിനകത്ത് കയറി കഥ കുറ്റിയിട്ട് ഇവിടെ ഇരിക്കുന്നത്. ഒരു എക്സൈസ് അധികൃതർ 4 വശവും ഇങ്ങനെ നടക്കുകയാണ്. മോളിലുണ്ട്, അതൊന്ന് കുറ്റിയിട്ടത്. എന്തോ അല്ല, അത് സാറപ്പാ, സാറിനോട് വിളിക്കാം. സാറാ വണ്ടി നമ്മുടെ സർക്കിളിലെ വണ്ടി എടുത്തോണ്ട് പോവാം. ലോൺ അങ്ങോട്ട് വരും. അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് സംഭവം എന്താ നടക്കുന്നത് ചോദിക്കേണ്ട. എക്സൈസ് അധികൃതർ ഒരാളെ മദ്യവുമായിട്ട് വന്ന ഒരാളെ പിടികൂടാൻ ശ്രമിച്ചപ്പോൾ അയാൾ വീടിൻ്റെ അകത്ത് കയറി ഒളിച്ചു. കഥകിനൊക്കെ കുറ്റിയിട്ടിനകത്തിരിക്കുകയാണ്. ഇത് ശാസ്താനടയ്ക്ക് സമീപമാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. ശാസ്താനടയിൽ നിന്നും ചിറയിലേക്ക് പോകുന്ന ഭാഗത്താണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. ഈ വാഹനത്തിൽ നിന്നാണ് മദ്യം പിടികൂടിയത്. അപ്പോൾ നേരത്തെ ഇയാൾക്കെതിരെ ഒരു കേസുണ്ടായിരുന്നു എന്നാണ് എക്സൈസ് അധികൃതർ പറയുന്നത്.
സംശയം തോന്നി പരിശോധിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇയാൾ ഓടി ഈ വീടിനകത്തേക്ക് കയറിയത്. അവർ ഷെയ്ഡിൽ കൂടെ ഒക്കെ നടന്ന് കഷ്ടപ്പെടുക. ആരെങ്കിലും പ്രസിഡന്റ് ഇവിടെ ഇല്ല. വേറെ ആരെങ്കിലും വിളിച്ചിട്ടേ ആ ചെയ്യാം. വേറെ ആരും വരാമെന്ന് പറഞ്ഞോ? മെമ്പർ ആര് പ്രസിഡന്റ് ആരും വിടാമെന്ന് പറഞ്ഞോ? ആണോ? എന്തായാലും പ്രസിഡന്റ് സ്ഥലത്തില്ല. പ്രസിഡന്റ് ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കഥ പൊളിച്ച് അകത്ത് കയറാൻ കഴിയുമായിരുന്നു. ഈ ജംഗ്ഷന്റെ പേരെന്താ? നമ്മുടെ ഈ ശാസ്താനട. ശാസ്താനടയിൽ നിന്ന് ചിറയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ചക്കുവള്ളിക്ക് ചക്കുവള്ളി ശാസ്താനട ചക്കുവള്ളി റോഡ്. ശാസ്താനട ചക്കുവള്ളി റോഡിലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത്. എവിടുന്നാ അവർ വരുന്നേ? വരണ്ട എവിടുന്നാ? ഭരണിക്കാന്ന് വരുമ്പം ശാസ്താനട ചക്കുവള്ളി റോഡ്. ആ അതിൽ ഈ ജംഗ്ഷൻ്റെ ഒരു മൂല. ഇത് പോരുവഴി വില്ലേജ്, കമ്പലടി ആയിരിക്കും. കമ്പലടി മുറിയ പോരുവഴി പിയോ അമ്പലത്ത് നോക്കും. അപ്പോൾ ഇത് ശാസ്താനടയ്ക്ക് സമീപം സംഭവം. കൂടുതൽ ഉദ്യോഗസ്ഥരെത്തിയെങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഉദ്യോഗസ്ഥരെത്തി ഇത് കതക് തുറന്ന് വേണം അകത്ത് കയറാൻ എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഇപ്പം എക്സൈസ് അധികൃതർ ശാസ്താനടയ്ക്ക് സമീപമുള്ളൊരു വീടാണിപ്പോൾ വളഞ്ഞു വെച്ചിരിക്കുന്നത്. ഇത് ശാസ്താനടയ്ക്ക് സമീപമാണ്. ഈ കമൻറ്റുകളൊന്നും ഇടയ്ക്ക് കാണാൻ പറ്റില്ല. ശാസ്താനടയ്ക്ക് സമീപമാണ് മൂലേക്കുത്തിയിൽ ജംഗ്ഷൻ എന്ന് പറയും. ഇവിടെയാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുള്ളത്. ഇത് എക്സൈസ് ഇത് വിനീഷേ ഡേ സാറിനെ വിളിച്ചോണ്ട് ഇൻസ്പെക്ടറിനെ. താണ്ട് ഇതുവഴി ഇറങ്ങാം. ഏണിയുണ്ടോ? ഏണിയൊക്കെ വെച്ചാണ് അവർ വലിഞ്ഞതിനകത്ത് കയറിയത്. പക്ഷെ അയാൾ കതകിനെ കുറ്റിയിട്ട് അകത്തിരിക്കുകയാണ്. പ്രശ്നമൊന്നുമില്ല. അവനെ പിടിക്കാൻ വന്നെയാ. അവന്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. കഥടച്ചിരിക്കും. നേരത്തെ അറസ്റ്റ് ചെയ്യാനുള്ള നേരത്തെ കേസിലെ അറസ്റ്റ് ചെയ്യാനുള്ള അതല്ല ഇപ്പൊ അവന്റെ വണ്ടിയിൽ സാധനം കിട്ടിയത്. വണ്ടിയിൽ സാധനം കിട്ടി. ഈ തെക്കോട്ട് തെറ്റല്ലേ? ഇത് സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ലൈവ് ഇതുവരെ ലൈവാ. ഇതുവരെ ലൈവ് ആളുകൾ അറിയണ്ടായി ഒരാൾ ഇതുപോലെ അതിനകത്ത് കയറിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ എക്സൈസ് അധികൃതർ വാഹനത്തിൽ നിന്ന് മദ്യവും ഒരാളുടെ വാഹനത്തിൽ നിന്ന് മദ്യം കണ്ടെടുത്തു. അയാളെ പിടികൂടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അയാൾ വീടിനകത്ത് കയറി
കതകിന് കുറ്റിയിട്ട് അതിനകത്തിരിക്കുന്നു. അപ്പം എക്സൈസ് അധികൃതരായ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് സംഭവം. അപ്പം ഇതിങ്ങനെ ആവർത്തിച്ച് പറയുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ഇതിനുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ അവർ എക്സൈസ് അധികൃതർ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഗതികൾ ലൈവിൽ കാണിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചെയ്യാനുള്ളത്. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊന്നുമില്ല. കാരണം ഇവിടെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാളാണ്. ഇത് ശാസ്താനട ചക്കുള്ളി റോഡിലാണ് സംഭവം നടന്നത്. മൂലക്കുറ്റി ജംഗ്ഷന് സമീപമാണ്. നേരത്തെ 31 ലിറ്റർ വിദേശ മദ്യമായിട്ട് ഇയാളെ പിടികൂടുന്നതിന് ഇയാൾ ഓടി രക്ഷപ്പെട്ടല്ലേ. അപ്പം ഇതൊക്കെ എക്സൈസ് അധികൃതർ നമുക്ക് തരുന്ന വിവരങ്ങളാണ്. ഹലോ ഹലോ ആ ശരി 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 ആ ശരി 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 ശരി. കൂടുതൽ ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്ട് എക്സൈസിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പം കൂടുതൽ ആളുകളെത്തിയിട്ട് ഇതിപ്പം മെമ്പർ വരാമെന്ന് പറഞ്ഞോ, ആരും വരാമെന്ന് പറഞ്ഞോ. അപ്പോൾ ഈ കൃത്യമായി പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലത്തില്ല, മെമ്പർ പകരം ഒരാൾ ഇവിടെ വരാനില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ എക്സൈസ് അധികൃതർ ഇത്രയും വൈകുന്നത്. ഇല്ലെങ്കിൽ വീട് ഇനി തുറന്നതിനകത്ത് കയറാനുള്ള സംവിധാനം ചെയ്യുമായിരുന്നെന്നാണ് അവർ പറയുന്നത്. എന്നാൽ നിലവിൽ ഇപ്പോൾ ഇവരിപ്പോൾ ഇങ്ങനെ പുറത്ത് നിന്നിട്ട് ഈ സംഗതികളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് വിനോമ്പർ വാർഡ്.